വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. ഇന്നത്തെ ട്രാൻസ്ഫർ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് ജെറൽ ഹാറ്റോ ആൻഡ് ഷാബി സിമൻസിനെ കുറിച്ചിട്ടാണ്. മെയിൻലി ഇവരുടെ രണ്ടുപേരുടെയും ടോപ്പിക്കാണ് ഇനി ഞാൻ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നലെ ഏകദേശം സോഷ്യൽ മീഡിയയോളം പരന്നു നടക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ജെറൽ ഹാറ്റോനെയും ഷാബി സിമൻസിന്റെയും ടോക്സ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്നു. ഷാബി സിമൻസിന് എന്തെന്നാലും മൂവ് ഇൻട്രസ്റ്റഡ് ആണ്, ജെറൽ ഹാറ്റോന് മൂവ്മെന്റ് ഇൻട്രസ്റ്റഡ് ആണ്. ഏകദേശം സൈൻ ചെയ്യാൻ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇന്നലെ തന്നെ ഹിയർവിഗോ കിട്ടുന്നുള്ളത്. പക്ഷെ ഹിയർവിഗോ ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് എന്തിനാണ് നമ്മൾ ഈ പ്രൊഫൈൽ ടാർഗറ്റ് ചെയ്യുന്നത്, ആൻഡ് വൈ ഷാബി സിമൻസ് ആൻഡ് വൈ ജെറൽ ഹാറ്റോ. അപ്പൊ ഹാറ്റോന്റെ കേസ് സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമുക്കൊരു സ്ക്വാഡ് റൊട്ടേഷൻ പ്ലെയർ വേണം. കുക്കുറയുടെ സൈഡിൽ കളിക്കാൻ പറ്റിയത്, ലെവി കോൾവെലിന്റെ സൈഡിൽ കളിക്കാൻ പറ്റിയത്. ആൻഡ് കുക്കുറയ കഴിഞ്ഞ സീസണിൽ എല്ലാ ഗെയിമും കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കുക്കുറയ കൈസഡോ ഒരു കണക്കിന് രണ്ട് മോസ്റ്റ് ഓവർ വർക്ക് പ്ലേയേഴ്സ് ഫോർ ചെൽസി. അപ്പൊ അവർക്കൊരു ബാക്കപ്പ് മാത്രം പോയിട്ട് കാര്യമില്ല. കാരണം ബാക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുക എന്നുള്ളതല്ലല്ലോ. അവരെ ചാലഞ്ച് ചെയ്യാനും പോരാത്തതിന് പതുക്കെ ടീമിലേക്ക് അടുത്ത് ഇൻവോൾവ് ആയി വരാനുമായിട്ടുള്ള ഒരു പ്ലെയറിനെയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുക്രയ്ക്ക് സ്ക്വാഡ് റൊട്ടേഷൻ പ്ലെയർ ആയിട്ട് ജെറൽ ഹാറ്റോനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ടിപ്പിക്കലി ഒരു ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ടെക്നിക്കലി അജൈൽ ആണ്, ടെക്നിക്കലി ഫിറ്റ് ആണ്. വേറൊരു കുക്രയുടെ വേറൊരു വേർഷൻ. അഫ്കോഴ്സ് അതിന്റെ ശൈലിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും പുള്ളിക്കാരന്റെ ഹൈറ്റും പുള്ളിക്കാരന്റെ ഫിസിക്കാലിറ്റി ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് കുക്രയുടെ വേറൊരു റീമേക്ക് പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വെരി അജൈൽ ആൻഡ് ഒരു കണക്കിന് മേ ബി ഒരു ഓവർലാപ്പിംഗ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സീസണിൽ. എന്തായാലും നമുക്ക് വേണ്ട ഒരു സ്ട്രോങ് സ്ക്വാഡ് റൊട്ടേഷൻ പ്ലെയർ. അപ്പൊ കുക്കുറയ്ക്ക് ഒരു 60 മിനിറ്റ്സ് 70 മിനിറ്റ്സ് കളിപ്പിച്ചിട്ട് പുള്ളിക്കാരനെ പതുക്കെ ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തത്, കപ്പ് ഗെയിംസിൽ കളിപ്പിച്ചും പതുക്കെ ടീമിലേക്ക് ഒരു സീസൺ 2 സീസണൊക്കെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റെഗുലർ സ്റ്റാർട്ട് ആക്കുന്ന ഒരു പ്ലെയർ. ആൻഡ് വളരെ ചെറിയൊരു പയ്യനാണ്, 19-20 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പൊ അവന് സമയം കൊണ്ടൊന്ന് ഡെവലപ്പായി എടുക്കാനായിട്ടും പ്രീമിയർ ലീഗ് ആയിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ. പക്ഷെ നമുക്ക് വേണ്ട ഒരു പ്രൊഫൈൽ ആയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഉണ്ട് റെനാറ്റോ വേഗ. പക്ഷെ അവന് സെന്റർ ബാക്ക് ആയിട്ട് തന്നെ കളിക്കണം എന്നുള്ള വാശിയതുകൊണ്ട് നമ്മൾ അവനെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ നമുക്കിപ്പോ എന്നാൽ ആ ഒരു റോൾ അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഹേറ്റോനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ആൻഡ് ഹേറ്റോനെ നമ്മൾ ഓൾമോസ്റ്റ് സൈൻ ചെയ്യാൻ പോകുന്നു. ഒരു 40 മില്യൺ യൂറോളം ഡീൽ, ഏകദേശം 35 മില്യൺ പൗണ്ട്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ബാഡ്. കാരണം അങ്ങനത്തെ ഒരു പ്രൊഫൈൽ ആ ഒരു 35 മില്യൺ പൗണ്ട് ഡീൽ ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ബാഡ്. അതൊന്നാമത്തെ ന്യൂസ്. പക്ഷെ അത് കൺഫേംഡ് ആയിട്ടില്ല. പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യുന്നു, അതിൽ വലിയ തലവേദനയില്ല. ഇനി ക്ലബ് ടു ക്ലബ് എഗ്രിമെന്റ് മുന്നോട്ട് നീങ്ങണം. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഷാബി സിമൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നത്. ഷാബി സിമൻസ് ഇസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് കേസ്. കാരണം ഇവൻ ചെൽസിയിലേക്ക് വരണം താല്പര്യമുണ്ട്. ഇവന്റെ ഒരു ടാക്ടിക്കൽ അനാലിസിസ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നമുക്കില്ലാത്ത തരത്തിലുള്ള ഒരു പ്രൊഫൈലാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെയ്മി ഗിറ്റൻസ് ഇൻ മിഡ്ഫീൽഡ്. നമുക്ക് വേണ്ടത് ഒരു മിഡ്ഫീൽഡ് ബോൾ കാരിയർ, ഒരു മിഡ്ഫീൽഡ് ഡ്രിബിളർ, ഒരു മിഡ്ഫീൽഡ് ക്രിയേറ്റീവ് പാസർ. ആൻഡ് ഇവന്റെ ക്രിയേറ്റിവിറ്റിയും ഐക്യൂ ഒക്കെ വേറെ ലെവലാണ്. അടിപൊളി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, അടിപൊളി സ്കിൽ സെറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. ചെറിയൊരു ഒരു തകർച്ച നടുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ലാമാസിയയില് അവൻ കളിച്ച സമയത്ത് ഹി വാസ് കൺസിഡർഡ് ടു ബി എ വണ്ടർ കിഡ്. 10 വയസ്സിലെ നൈക്കി കോൺട്രാക്ട് സൈൻ ചെയ്ത ഒരു പ്ലെയർ ആണ്. ഭയങ്കര ഹൈപ്പ് ഉണ്ടായ ഒരു പ്ലെയർ ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും എപ്പോഴും ഉണ്ടാവുന്ന പോലെ ഹൈപ്പ് ഉണ്ടാവുന്ന പോലെ ഒരു ഓവർ എക്സ്പെക്ടേഷൻസ് വന്നു. അതിന്റെ പേരിൽ ചെറിയൊരു തകർച്ചയും കാര്യങ്ങളൊക്കെ വന്നു. ഷെവൻ പിന്നെ PSV ഐൻഡോവനിൽ പോയി, അവിടെ ക്ലിക്കായി. പിന്നെ അതിനുശേഷം അവനിപ്പോ RB ലൈപ്സിഗിൽ പോയിട്ട് കളിക്കുന്നു. ഇത്രയും ഹൈപ്പ് ഉള്ള ഒരു പ്ലെയർ, ഇത്രയും ടാലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് എന്തിന് പിന്നെ RB ലൈപ്സിഗ് വിൽക്കണം എന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ട്. അവന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് കുറച്ച് പ്രശ്നമാണെന്നുള്ളത് കേൾക്കുന്നുണ്ട്. അവന്റെ ഡ്രസ്സിംഗ് റൂം ഇഷ്യൂസ് കുറച്ച് പ്രശ്നമാണെന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ ചെൽസി ബോർഡ് മേ ബി അതിന്റെ ഒരു ഡ്യൂ ഡിലിജൻസ് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവാം. അതൊരു പക്ഷേ മാനേജബിൾ ആയിരിക്കാം എന്ന് വിശ്വസിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഗ്രസീവ്ലി പോകുന്നതെന്ന് തോന്നുന്നു. കാരണം പൊതുവെ ഡ്രസ്സിംഗ് റൂം ഇഷ്യൂസ് ഉണ്ടാക്കുന്നവരെ നമ്മളിപ്പോ സൈൻ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഡുറാൻ ഇപ്പൊ ക്ലബ്ബുകൾ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ അതാവാം അവന്റെ ഒരു എന്തുകൊണ്ട് RB ലൈപ്സിഗ് അല്ലെങ്കിൽ RB ലൈപ്സിഗിന് കാശ് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാം. നമ്മൾ ആർസണലിൽ എല്ലാ വർഷവും ഒരു പ്ലെയറിനെ കൊടുക്കുന്ന പോലെ RB ലൈപ്സിഗ് നമുക്കും തരും. ടീമോ വേണർ, എൻകുങ്കുവിനെ പക്ഷെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഫാക്ട് എൻകുങ്കു ആൻഡ് ഷാബി സിമൻസ് ഒരു കണക്കിന് സെയിം പ്രൊഫൈൽ ആണെങ്കിലും എൻകുങ്കും കുറെ കൂടി അഡ്വാൻസ്ഡ് പ്ലെയർ ആണ്. ഒരു 9.5-10 റോൾ കളിക്കേണ്ട ഒരു പ്ലെയർ ആണ്. സ്ട്രൈക്കറിന് തൊട്ടു പുറകില് ഒരു അഡ്വാൻസ് നമ്പർ 10 കളിക്കേണ്ട റോളാണ്. പക്ഷെ ഷാബി സിമൻസ് മോർ ഓഫ് ലൈക്ക് എ ഹൈബ്രിഡ്, നമ്പർ 8/10. ഡിഫെൻസീവ്ലി നല്ല വർക്ക് റേറ്റ് ഉണ്ട്, ഒഫൻസീവ്ലി നല്ല വർക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ ഒരു മിഡ്ഫീൽഡിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ഷാബി സിമൻസ് കമ്പയർഡ് ടു എൻകുങ്കു. ആൻഡ് ജോവോ ഫെലിക്സ് അവൻ വേൾഡ് ടൂർ കളിക്കാനാണ് അവന് ഇഷ്ടം. അവന് വലിയ കളിക്കാൻ താല്പര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഷാബി സിമൻസ് ജോവോ ഫെലിക്സിനെ പോലെ ഒരു ഉഴപ്പനാണോ, ഒരു ഇൻകൺസിസ്റ്റന്റ് പെർഫോമർ ആണോ, അതൊക്കെ നമുക്ക് കളിയിൽ വരുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ എന്തെന്നാലും നമുക്കില്ലാത്തൊരു പ്രൊഫൈലാണ്. നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഹാഫ് സ്പേസ്, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാഫ് സ്പേസ്, ബോൾ ക്യാരി ചെയ്യാനും ഡ്രിബിൾ ചെയ്യാനും മുന്നോട്ട് പോകാനും
ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും ഔട്ട് ഓഫ് നത്തിങ് ബ്രിങ് സംതിങ് ഒരു സോർട്ട് ഓഫ് മാജിക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലെയർ നമുക്ക് ആവശ്യമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു നമ്മുടെ ഒരു ജമാൽ മ്യൂസിയാല കൈൻഡ് ഓഫ് പ്ലെയർ, അതിന് ഉള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു പ്ലെയർ ആണ് ഷാവി സിമൻസ്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സമയമുണ്ട്. നമുക്ക് നമ്മുടെ പ്ലെയേഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പൊ അവൻ ഉടനടി തന്നെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്ലിക്ക് ആവണം എന്നുള്ള വാശിയൊന്നും നമുക്കിപ്പോൾ ഇല്ല. അവന് പതുക്കെ ഗെയിം ടൈം കൊടുത്തൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി അവന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഒന്നും വലിയ പ്രശ്നമാവില്ല എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. എന്ത് നോക്കിയാലും ഒരു അടിപൊളി ടാർഗറ്റിംഗ്, നല്ല പ്രൊഫൈൽ ടാർഗറ്റിംഗ് ആണ് നമ്മൾ കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ട ഒരു പ്രൊഫൈലാണ്. നമുക്കൊരു അറ്റാക്കിംഗ് പ്രൊഫൈൽ അത് മിസ്സിംഗ് ആയിരുന്നു, പക്ഷെ നല്ലൊരു പ്രൊഫൈലാണ്. ആൻഡ് ഹെവിലി സ്ക്വാഡ് റൊട്ടേഷൻ എന്തായാലും എൻസോ മറസ്ക ചെയ്യും. എവിടെ സ്ക്വാഡിൽ ഫിറ്റ് ആവുന്നുള്ള ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോയിൽ ഞാൻ പിന്നെ പറയാം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഈ രണ്ട് പ്രൊഫൈൽ ടാർഗറ്റിനെയും കുറിച്ച് കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസിക്കാരൻ.